നമ്മളെന്താ ഇവിടെ ഇരിക്കുന്നതായിരിക്കും. ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു സുന്ദരിക്കുട്ടിയുണ്ട്. ഇരുന്നാൽ മാത്രം പ്രേക്ഷകർക്ക് ആ സുന്ദരിക്കുട്ടിയുടെ കഴിവ് കാണാനുമാകും. മോളെ പേരെന്തായിരുന്നു? മാനസം. മനസ്സം. മാനസം. മനസ്സം. മനസ്സ കേട്ടിട്ടുണ്ട്. മാനസം ആണ്. അച്ഛൻ വീണ വായിക്കുന്ന ആളാണ്. അപ്പോ അങ്ങനെ ഇട്ട പേരാണ് അല്ലേ? അങ്ങനെ മാനസ വീണ. അച്ഛന്റെ മാനസ വീണയാണ്. മാനസ വീണ എന്നാണ് പേര്. മാനസാണ് പേര്, അച്ഛന്റെ മാനസ വീണ. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു നിമിഷം സാഹിത്യം എത്ര ക്ലിക്കായില്ല. ഓക്കെ. എത്ര കൊല്ലം പഠിക്കുന്നു? 9. ഓക്കെ. എത്ര വർഷം പഠിക്കണേ? ഇപ്പൊ 6 വയസ്സ് തൊട്ട് പഠിക്കുന്നതാ. ആണോ? ഏത് സ്കൂളാ? HDP എടതിരിഞ്ഞി, തൃശ്ശൂര്. തൃശ്ശൂര്. എടതിരിഞ്ഞി. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പെർഫോം ചെയ്താരോ? ഇരിങ്ങാലക്കുടയുള്ള സ്കൂളാണോ? അതെ, എന്റെ കൂട്ടുകാരി പഠിച്ച സ്കൂളാണ്. നമ്മള് സാധാരണ വീണ വായന എന്നൊക്കെ പറയുമ്പോ മറ്റെന്തൊക്കെയാണ് വിചാരിക്കുന്നത്, നമുക്കിത് ആസ്വദിക്കാൻ അറിയാത്തോണ്ട് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ പാട്ട് തന്നെ വന്നത്. ഇരിങ്ങാലക്കുട ഏറ്റവും കൂടുതൽ കുട്ടികള് കലോത്സവത്തിന് വരുന്നത് നിങ്ങളുടെ സ്കൂളിലല്ലേ? അതെ അതെ. അല്ല, എന്റെ ഫ്രണ്ട് ഉണ്ട് നിവേദിത പഠിച്ച സ്കൂളിലാണ് മോള്, ജൂനിയറാണ്. ഒരുപാട് കേട്ടിട്ടുണ്ട് സ്കൂളിനെ പറ്റി. സ്കൂളിന്റെ അഭിമാനമായി അച്ഛന്റെ മാനസ വീണ അല്ലേ? അപ്പൊ എല്ലാ ആശംസകളും മോളെ. ശരി, ഞാൻ നോക്കുമ്പോഴേ വീണ എടുത്തിട്ട് ഇങ്ങനെ ഏതെങ്കിലും വേറെ വെറൈറ്റി പാട്ടോട് ചെയ്താലോ? രസമുണ്ട് അല്ലേ? വീണ വായിക്കാമോ അങ്ങനെ പറയണം കേട്ടോ. വായിക്കാമോ? ഓക്കെ. അടിപൊളി. മാനസം എന്റെ മനസ്സ് കവർന്നെടുത്തിരിക്കുന്നു. ഓ, ഞാൻ ഈ പറയുന്നത് മൈക്കിൽ കേൾക്കണ്ടായിരുന്നില്ല. താഴെ വെച്ച് കീഴടങ്ങി നിന്ന് ഒരു രക്ഷയില്ല. ഇതിപ്പോ എത്ര വർഷമായി പഠിക്കുന്നത് പറഞ്ഞേ? 6 വയസ്സ് തൊട്ട് പഠിക്കും. ഇപ്പൊ ഒരു 9 വർഷം ആണല്ലേ? ഞാൻ നോക്കുമ്പോഴേ മെലിഞ്ഞിട്ടൊരു കുട്ടി ഒരു പട്ടുപാവടെ കൊടുത്തിട്ട് എടുക്കാൻ പോകാത്തൊരു വീണ കൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ ഹരിയോട് പറഞ്ഞു, ആ കുട്ടിയോട് അവിടെ അത് കൊണ്ടുവച്ചിട്ടൊന്ന് ഇരിക്കാൻ പറയൂ, നമുക്ക് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് വരാമെന്ന്.
പക്ഷെ എന്ത് ഭംഗിയായിട്ടാണ് ഞെട്ടിച്ചുട്ടോ. രക്ഷയില്ല. വേറെ കുട്ടികളെ കൂട്ടുകാരൊക്കെ ഇല്ലേ? എല്ലാരും കഴിഞ്ഞോ? നിങ്ങളുടെ ഐറ്റോ കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഞാൻ മാത്രമല്ല ഇൻഡിവിജ്വൽ ആയിട്ട് സ്കൂളിൽ നിന്ന്. ആണോ? ബാക്കി എല്ലാവരും ഗ്രൂപ്പാ. ഗ്രൂപ്പ് ഐറ്റം ആണല്ലേ? ഒറ്റയ്ക്ക് വഴിവെട്ടിയത്. ഓ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരോടാണോ? അതെ, കൊള്ളാം. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ആദ്യമായിട്ട്. ഞാൻ പറഞ്ഞില്ലേ മെലിഞ്ഞിട്ടൊരു കുട്ടീന്ന് ബോഡി ഷെയിം ചെയ്തോടാന്നാണ്. അങ്ങനെയല്ല കേട്ടോ, ഞാൻ ചെറിയ കുട്ടീന്നാണ് പറഞ്ഞത്. അല്ല, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നാൽ അവൾ ഒറ്റയ്ക്ക് ഉള്ളുന്ന്, ബാക്കി എല്ലാവരും ഗ്രൂപ്പായിട്ട്. അതല്ല ഉദ്ദേശിച്ചേ, അതാണ്. അങ്ങനെ പൊന്നക്ഷ ഞാൻ ഒരു അരമണിക്കൂർ ഇത് കഴിഞ്ഞിട്ട് വിശദീകരിച്ചു. ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ അടിപൊളിയാവട്ടെ മോളെ. ശരി, ഈ സാധനം ചേച്ചിമാരെ തലയിലിടാതെ എടുക്കില്ലേ? താങ്ക് യു.